You are watching TV Next. മാഡം, നമ്മുടെ ഈ പൂച്ചൽ ഖാദറിന്റെ പേരുള്ള അവാർഡ് ഇന്ന് വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നടക്കുകയാണ്. അവാർഡ് വാങ്ങാൻ എത്തിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? ഇതിപ്പോൾ എൻ്റെ 7ാമത്തെ അവാർഡാണ്. ഞാൻ എടുത്ത ഒരു പാട്ടിന്, ഞാൻ എടുത്ത കവർ സോങ്ങിന്, ആ കവർ സോങ്ങിന് ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാനത് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയധികം അവാർഡുകൾ എന്നെ തേടി എത്തിയത്. കാരണം എല്ലാവരും പാടുന്ന പോലെയല്ല ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാവരും പാടും, ആ പാട്ട് പാടി നടക്കും, ഒക്കെ ഡിഫറെൻറ്റ്. പക്ഷെ ഞാൻ എടുത്തൊരു സ്റ്റോറി ആയിട്ടാണ് എടുത്തത്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ആ സ്റ്റോറിയിലുള്ള വിശ്വാസം. അത് എൻ്റെ കവർ സോങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പേര് ഇപ്പോൾ കാണുന്നത് വെറുതെ ഒരു പാട്ട് പാടി അങ്ങോട്ടും ഇങ്ങോട്ടും മരത്തിൻ്റെ ഇടയിൽ കൂടെ നടക്കും, അവിടെ കൂടെ. അതല്ല, നമ്മളൊരു കണ്ടന്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ആൾക്കാരെ ഹൃദയത്തിലെത്തണം. അല്ലാതെ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾക്കല്ല ഇമ്പോർട്ടൻസ്. ആ ഒരു എന്താണ് കവി ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എന്താണ് ആ പാട്ടിലുള്ള അർത്ഥം മനസ്സിലാക്കി വേണം നമ്മളത് ചെയ്യാൻ. ഞാൻ 1000 കണ്ണുമായാണ് ചെയ്തത്. അന്ന് ആ കാലത്ത് നദിയ മൊയ്ത് പത്മിനി, ഞാനും കൊച്ചുമോളും കൂടെ അത് ചെയ്തായിരുന്നു. വളരെ എല്ലാവരും പറഞ്ഞു വളരെ ടച്ചിങ് ആയിട്ട് തോന്നി അത് എന്ന് പറഞ്ഞു. അതിലാണ് എനിക്ക് ഇത്രയും അവാർഡ് കിട്ടിയത്. താങ്ക് യു. ഫാമിലി, എനിക്കൊരു മകൾ IT ഫീൽഡിലാണ്. മകളുടെ മകള് സിംബിയോസിസിൽ ലോ ചെയ്യുന്നു. എനിക്ക് വലിയ കൊച്ചുമോൾ, ഞങ്ങളൊക്കെ നേരത്തെ കല്യാണം കഴിഞ്ഞത്. 42 വയസ്സായപ്പോൾ തന്നെ അമ്മൂമ്മയായി കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് ആ കൊച്ചുമോളോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റാണ്. പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മൾ ഒരു പാട്ട് ചെയ്യുന്ന സമയത്ത് ആ പാട്ട് വെറുതെ നമ്മൾ പാട്ട് പാടിയാൽ പോരാ. ആ പാട്ടിൻ്റെ കണ്ടന്റ്, ആ പാട്ടിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ ചെയ്യണം. ഒരു കഥയുണ്ടെങ്കിൽ എല്ലാവരും എന്തും കാണും. എൻ്റെ പാട്ടുകൾ, എൻ്റെ കവർ സോങ്ങുകൾ മുഴുവൻ അടുത്തത് വരുന്നുണ്ട്. അടുത്തത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. വരുവാനില്ലാരും, അത് മനോഹരമായിട്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് അടുത്ത അവാർഡിന് കൊടുക്കും. ഞാൻ പാട്ട് പാടുന്ന ആളാണ്. ഞാൻ യേശുദാസിൻ്റെ സ്കൂളിൽ നിന്നാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ജെറി അമൽദേവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ദേവരാജ മാസ്റ്ററിൻ്റെ കൊയറിലുണ്ടായിരുന്നു, പെരുമ്പാവൂർ സാറിൻ്റെ ശിഷ്യയാണ്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഞാൻ പാട്ട്, ഒരുപാട് നല്ല നല്ല മഹാന്മാരായ ആൾക്കാരുടെ കൂടെ ഞാൻ പാട്ട് ചെയ്തിട്ടുണ്ട്, കൊയർ ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ ഇന്നത്തെ ഉയർച്ചയ്ക്കുള്ള കാരണം. ബെസ്റ്റ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് യൂട്യൂബറിനുള്ള അവാർഡ് കിട്ടിയ ഗീതാ വിനോദ് മേഡം നമ്മോടൊപ്പം ഉണ്ട്. ഈ ഒരു അവാർഡ് വാങ്ങുമ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു? ഭയങ്കര സന്തോഷമല്ലേ. ഒന്നാമത് ഞാനൊരു വീട്ടമ്മയാണ്. അപ്പം ഞാനൊരു യൂട്യൂബ് തുടങ്ങി. അപ്പം ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. അപ്പം ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ കിട്ടിയപ്പം ഭയങ്കര സന്തോഷം തോന്നി. ഓക്കെ, എന്താണ് ഇങ്ങനെ ഒരു യൂട്യൂബ് തുടങ്ങാൻ പെട്ടെന്നൊരു പ്രചോദനം? അതെനിക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല. അതുപോലെ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേന്ന്. അപ്പോൾ അതുപോലെ സമൂഹത്തിൽ ഞാൻ ഇപ്പം പാചകമായാലും കുറേ ഇങ്ങനെ ചക്കയുടെ പ്രോഡക്റ്റ് അതിങ്ങനെ കാണിച്ചു കൊടുക്കും. അങ്ങനെ എല്ലാം ഞാൻ പോകുമ്പം ട്രാവലിങ്, അങ്ങനെ ട്രാവൽ വ്ളോഗ്, പിന്നെ എൻ്റെ ഒരു സ്റ്റേജ് പെർഫോമൻസ്, അങ്ങനെ വെറൈറ്റി വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഹോം ടൂർ, അങ്ങനെ എല്ലാത്തിലും ഞാൻ തന്നെയാണ്. എല്ലാം ഞാൻ തന്നെ ഫോണിലാണ്, ഐഫോണിലാണ് ചെയ്യുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.